ഈ ടി സി എസിൽ നിന്ന് പുറത്തു വന്ന ഗൗരവതരമായ വിവരങ്ങളെക്കുറിച്ചാണ്. മതപരിവർത്തനം, ലൈംഗിക പീഡനം, അങ്ങനെ ചില അറസ്റ്റുകളടക്കം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ നാസിക് SP വ്യക്തമാക്കിയിരിക്കുന്നത് NIA, ATS എന്നിവയ്ക്ക് വിവരങ്ങൾ കൈമാറി എന്നുള്ളതാണ്. അതേത് സാഹചര്യത്തിലാണ്, എങ്ങനെയാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത്? ശാലിനി, TCSലെ ഈ റാക്കറ്റുമായി ബന്ധപ്പെട്ട നിരവധി റിപ്പോർട്ടുകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. ഏതായാലും നിലവിൽ നാസിക് പോലീസാണ് ഇത് അന്വേഷിക്കുന്നത്. ഈ അറസ്റ്റിലായ പലർക്കും നിലവിൽ ഒളിവിലുള്ള നിദാ ഖാൻ എന്നുള്ള വ്യക്തിക്കുമടക്കം നിരോധിത ഭീകര സംഘടനകളുമൊക്കെയായി ബന്ധമുണ്ടെന്നുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ചില സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ചെങ്കോട്ട സ്ഫോടനത്തിൽ പ്രതിയായി ഹരിയാനയിലെ മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്തിരുന്ന ഡോക്ടറായിട്ടുള്ള ഷഹീനുമായി ഈ നിദാ ഖാന് ബന്ധമുണ്ടായിരുന്നു എന്നുള്ള ചില സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളൊക്കെ തന്നെ വന്നൊരു സാഹചര്യമുണ്ട്. ഏതായാലും മലേഷ്യയിലുള്ള ഒരു മതപ്രബോധകന് ഈ സംഘവുമായി ബന്ധമുണ്ടായിരുന്നെന്നും ഈ പെൺകുട്ടികളുമായി ഇയാളെ കൊണ്ട് സംസാരിപ്പിച്ചെന്നും മതപരമായ കാര്യങ്ങളൊക്കെ തന്നെ ഇയാൾ പറഞ്ഞു കൊടുത്തെന്നും ഒക്കെ തന്നെ ഈ ചാറ്റുകളിൽ നിന്ന് മനസ്സിലാക്കിയെന്നാണ് നാസിക് പോലീസിനെ ഉദ്ധരിച്ച് വാർത്തകൾ പുറത്തു വരുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ നാസിക് SP ഔദ്യോഗികമായി വ്യക്തമാക്കിയിരിക്കുന്നത് NIAയ്ക്കും ATSനും ഇത് അന്വേഷണം സംബന്ധിച്ച വിശദാംശങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറി എന്നുള്ള കാര്യമാണ്. ഈ റിപ്പോർട്ടുകളൊക്കെ തന്നെ പുറത്തു വന്നൊരു സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഭീകര പ്രവർത്തനങ്ങളുടെ മറ്റൊരു തലത്തിൽ ഒരു മോഡ്യൂളായി ഇവർ പ്രവർത്തിച്ചതാണോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ അന്വേഷണ പരിധിക്കപ്പുറം NIAയിലേക്കടക്കം ഈ അന്വേഷണം പോകാനുള്ള ഒരു സാധ്യത നിലവിലെ സാഹചര്യത്തിൽ തള്ളിക്കളയാനാകില്ല. നമുക്കറിയാം, ഈ കേസ് പിടിച്ചു എന്ന് പോലീസ് പറയുന്നത് ഒരു പരാതി ഇതുമായി ബന്ധപ്പെട്ട ഒരാൾക്കെതിരെ ലഭിക്കുന്നു. ഡാനിഷ് എന്നുള്ള വ്യക്തിക്കെതിരെ അവിടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകയായ പെൺകുട്ടി പരാതി നൽകുന്നു. നിർബന്ധ മതവിവർത്തനമൊക്കെ ശ്രമിച്ചു എന്നുള്ളതായിരുന്നു കുട്ടിയുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ നൽകിയ പരാതി. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു അണ്ടർ കവറായി അവിടെ ശുചീകരണ തൊഴിലാളികളായി ജോലി ചെയ്യാനായി ഇവിടുത്തെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരടക്കം എത്തുകയും പിന്നീട് ഇത്തരത്തിൽ മറ്റാളുകളെയൊക്കെ തന്നെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. ഏതായാലും ഈ അന്വേഷണ പരിധിയിൽ ഇവർക്ക്, പ്രത്യേകിച്ച് ഈ ഒളിവിലുള്ള നിദാ ഖാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക്, ഈ പറയുന്ന പുരുഷന്മാർക്കൊക്കെ തന്നെ ഏതെങ്കിലും നിരോധിത സംഘടനകളുമായി ബന്ധമുണ്ടോ അല്ലെങ്കിൽ ആസൂത്രിതമായ ഒരു ശ്രമമാണോ ഈ നടന്നത് എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ അന്വേഷണം പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ATSനും NIAയ്ക്കും ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ കൈമാറിയിട്ടുണ്ട്. NIAയുടെ അന്വേഷണത്തിലൊക്കെ കാര്യങ്ങൾ നീങ്ങാനാണ് സാധ്യത എന്നുള്ളതാണ്. ഇതിനിടെ ബജറംഗ് ദൾ ഇതുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപക പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. പല ഹിന്ദു സംഘടനകളും ഇത് ആസൂത്രിതമായ നീക്കമാണ്, മതപരിവർത്തന നീക്കമാണെന്ന് ആരോപിച്ചുകൊണ്ട് പ്രതിഷേധങ്ങൾ നടത്തുന്നുണ്ട്. ബജറംഗ് ദൾ രാജ്യവ്യാപകമായി ഇന്നും നാളെയുമായി പ്രതിഷേധത്തിനാണ് ആഹ്വാനം നൽകിയിരിക്കുന്നത്. അതേസമയം ഒരു വ്യക്തിയും മറ്റൊരു പെൺകുട്ടിയും തമ്മിൽ ഉണ്ടായ ഒരു ബന്ധം തകർന്നതിന് പിന്നാലെ ആ ഓഫീസിലുണ്ടായിരുന്ന മറ്റുള്ളവരെയൊക്കെ തന്നെ വിവിധ കാര്യങ്ങൾ ചേർത്ത് വെച്ച് ഒരു കഥ മെനയുകയാണ് പോലീസ് എന്നുള്ള ഒരു ആരോപണം അറസ്റ്റിലായവരുടെ ബന്ധുക്കളടക്കം ഉന്നയിക്കുന്നുമുണ്ട്. ശാലിനി, ഏതായാലും അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ ഇത് സംബന്ധിച്ച് മറ്റേതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. ഓക്കെ, ശരി.